ഈ മാസം എനിക്കിത്തിരി പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഒന്നുമല്ല, ഇതുപോലൊരു കനത്ത മഴയിൽ ഇതാ ഈ ഇടിവെട്ട ഐറ്റം എൻ്റെ കൈക്ക് കിട്ടിയിട്ട് എനിക്ക് 7 വർഷമായി. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളിന് ഞങ്ങൾ രാവിലെ തന്നെ, എന്നും മഴയും തോരാത്ത മഴയൊക്കെ ആയതുകൊണ്ട് എണീക്കാനൊക്കെ നല്ല മടിയായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു. വേഗം എണീറ്റ് വന്ന് മഴയത്ത് തന്നെ ഞങ്ങൾ 2 അമ്പലത്തിൽ തൊടുപുഴയിൽ പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്ര മഴയില്ലായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ അങ്ങോട്ട് നല്ല പെരുമഴയായിരുന്നു. മഴയുടെ കൂടെയോ നല്ല കനത്ത കാറ്റും. നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും അതുപോലെ കാവിലുമായിരുന്നു പോയിരുന്നത് കേട്ടോ. കാവിലെത്തിയപ്പോഴേക്ക് ഏകദേശം നേദ്യത്തിന് വേണ്ടി നട അടച്ചിട്ടുണ്ടായിരുന്നു. മഴയാണെങ്കിലോ നല്ല കനത്ത് തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. കൂടെ നല്ല കിടിലൻ കാറ്റും. എന്തായാലും പുറത്ത് കുറേ നേരം കാത്തിരുന്നതിന് ശേഷം നേദ്യം കഴിഞ്ഞ് നട തുറന്ന് നല്ല വിശാലമായിട്ട് തൊഴുതിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. തൊഴുതിറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നേരെ ഊട്ടുപുരയ്ക്ക് വിട്ടു. ഒട്ടും ആളില്ലായിരുന്നു കേട്ടോ. നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്ന ഊട്ടുപുരയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഉപ്പുമാവും സാമ്പാറും ചായയും. എൻ്റെ കുട്ടിയും അതുപോലെ ഏട്ടനും ഉപ്പുമാവ് കണ്ടാൽ ആ വഴിക്ക് വരാത്തവർ എൻ്റെ പാത്രത്തും ഉള്ളതും കൂടി എടുത്തു കഴിക്കുന്നത് കണ്ടപ്പോൾ ഊട്ടുപുരയിലെ ചേച്ചീനെ വീട്ടിലേക്ക് കൊണ്ടായാലോ എന്ന് വരെ ആലോചിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ അമ്പലത്തിൽ തീർന്നിട്ടില്ല കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി പണികളൊക്കെ. ഒരു കൊച്ചു സദ്യ തന്നെ ഒരുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നും നക്ഷത്രത്തിന് ഇതുപോലെ നക്ഷത്ര പിറന്നാളിന്, അത് ഉണ്ണിയേട്ടൻ്റെ ആണെങ്കിലും എൻ്റെതും ആദിക്കുട്ടൻ്റെയും, ഞങ്ങൾ വീട്ടിൽ ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാറുണ്ട്. പണ്ടൊക്കെ വീട്ടിലായിരുന്നപ്പോൾ നക്ഷത്ര പിറന്നാൾ മാത്രമായിരുന്നു ആഘോഷിക്കാറ്. ബർത്ത്ഡേക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ നക്ഷത്രത്തിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാൻ വേണ്ടി വിളിക്കും. അന്ന് കേക്കൊന്നുമില്ല, നല്ല പായസമൊക്കെ വെച്ച് ഒരുപാട് മുട്ടായിയൊക്കെ കൊടുത്ത് നന്നായിട്ട് അങ്ങ് പിറന്നാൾ ആഘോഷിക്കും. ഇന്നിപ്പോൾ ആദിക്കുട്ടന് 2 പിറന്നാളാണ്. ഒന്ന് നക്ഷത്രത്തിന് ഞാൻ ആഘോഷിക്കുന്ന ഈ സദ്യ വെച്ചിട്ടുള്ള പിറന്നാളും, പിന്നെ കേക്കൊക്കെ മുറിച്ച് ഡേറ്റ് ഓഫ് ബർത്തും ആഘോഷിക്കാറുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളല്ലേ! നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ? കൊച്ചെന്നെ ഇടയ്ക്ക് ചോദിക്കും കേട്ടോ, അമ്മേ എനിക്ക് വർഷത്തിൽ 2 പിറന്നാളുണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ ഈ വിളക്ക് വെച്ച് അതിൽ നാക്കല വെച്ച് വിളമ്പുന്നതിൻ്റെയൊക്കെ തനതായ രീതികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾക്കറിയുന്ന രീതിയിൽ ഞങ്ങളിതാ വിളക്കും കത്തിച്ചു, ഒരു നാക്കല വെച്ച് അതിലെല്ലാ വിഭവങ്ങളും വിളമ്പിയിട്ട് ആദിക്കുട്ടനെ അടുത്തിരുത്തി അതുപോലെ വിളമ്പി അവൾക്കും വെച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി തുടങ്ങിയത് കേട്ടോ. പിന്നെ എൻ്റെ വിഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു, എരിശ്ശേരി ഉണ്ടായിരുന്നു, പൈനാപ്പിൾ കൊണ്ടൊരു കിച്ചടി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, രസം, പപ്പടം, മോര്, പായസം. അങ്ങനെ ഒരു ചെറിയ സദ്യ അങ്ങ് തട്ടിക്കൂട്ടി ഒപ്പിച്ചു. കൂടെ തന്നെ ആദിക്കുട്ടനും അടുത്ത് തന്നെ ഇലയിട്ട് വിളമ്പി കൊടുത്തു. എൻ്റെ കൊച്ചിൻ്റെ ചിരി നോക്കി. അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളുടെ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നതും എല്ലാവരെയും അറിയിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ നിന്ന് തരികയും ചെയ്യും. അങ്ങനെ ആദിക്കുട്ടനും ചോറൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആ സദ്യ കഴിച്ചു. പുറത്ത് നല്ല ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും എൻ്റെ ഈ ഇടിവെട്ട ഐറ്റത്തിൻ്റെ പിറന്നാളല്ലേ, അപ്പോൾ അതിന് എല്ലാ വർഷവും എനിക്ക് ഇതുപോലെ മഴ കിട്ടാറുമുണ്ട്. ഈ വർഷം അതിനൊരു മുടക്കം വന്നിട്ടില്ല. 2018 പ്രളയത്തിൻ്റെ കൂടെ വന്ന ഐറ്റമാണ് കേട്ടോ. അങ്ങനെ ഈ കൊച്ചു പിറന്നാൾ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി എൻ്റെ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേയും കൂടി കുറച്ചുകൂടെ നന്നായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ട്. അതിനും സാധിക്കട്ടെ. എനിവേ, ബൈ ബൈ.